ഇങ്ങോട്ട് പോരെ വാപ്പങ്ങളതിനെ അതിനെ കറക്കിന്ന് നിങ്ങൾ അവിടെ നിന്ന് കറക്കി നിങ്ങൾ കറക്കി നിങ്ങൾ കറന്നിട്ട് നമുക്ക് കാര്യം പച്ച ചിലപ്പോൾ 4 വന്നില്ലെങ്കിലോ നിങ്ങൾ അവിടെ നിന്ന് ചവിട്ടൂലേ നിങ്ങൾ ആ പാലം അതിലാക്കി ആ കാമ്പിലേക്കാക്കി അണ്ട് കറക്കി ചവിട്ടും കുത്തുനി കായറിൻ്റെ പച്ച ചവിട്ടിയ കുത്തിയ കായറിൻ്റെ മനസ്സാ വില 30 രൂപ ഞാൻ പറയും നിങ്ങൾക്ക് ചോദിച്ചാ ഇനി അടുക്കും ഞാൻ ഇച്ചിരി 500 25 കിട്ടുമോ പാപ്പാ അത് ഒന്ന് കയ്യാണിച്ച് വല്ലാണ്ട് പറയൂല ചെറിയതാ ഒരു 1000 രൂപ കൂട്ടി തരും ഒരു 1000 രൂപ കൂട്ടി തരും 500 കൂടി തരും കൊണ്ടേക്കളി പജ്ജ് കൊണ്ടേക്കളി കച്ചവടം കഴിയും അത്രയുള്ള കച്ചവടം കൊണ്ടുപോയി 25,500 രൂപ കൊണ്ടേക്കോളെ പജ്ജ് കൊണ്ടേ കറക്കിന്ന് പൂവിന്ന് നമുക്ക് 500 കിട്ടിയ തരുന്നു പച്ചവടെ കൊണ്ടേക്കോളെ ഇതെന്ത് പിടിച്ചാ സുരാക്ക കജിമൊന്ന് പിടിച്ചാ ഇജ്ജാ പജിനെ എവിടെ ചെരുന്നോന്ന് കാരണം അതാ കയറവിടെ വിട്ടോ അതാ ഈ കറക്കി മതി ഇങ്ങോട്ട് പോര് ഈ സൈഡിക്ക് പോര് നാ കറന്നോളി എവിടെ കറന്നോളി എവിടുന്ന് വേണം കറക്കാൻ ചെങ്ങായ മതിരോ അതിന് കറന്ന് കണ്ട് ഇല്ലെങ്കിൽ തന്നെ അവിടെ കെട്ടിയില്ല 3 നേരം മടിക്കെട്ടാണ് വരുന്ന നേരെ വരുന്നത് ഇനി കറന്നായി ഇതാണ്ടാ ഇതിനൊരു കായ കൊടുക്കണ്ട എല്ലാവരുടെയും ബ്യൂട്ടി പാർലർ കയറ്റിയിട്ടില്ല ധൈര്യത്തിൽ കൊണ്ടേക്കോ നേരിട്ട് വരുന്ന കന്ന 500 കിട്ടിയ കൊടുക്കുന്ന കച്ചവടം ബ്യൂട്ടി പാർലർ കയറി 5000 ഉണ്ടാക്കുന്നല്ല 500 കിട്ടിയ കൊടുക്കുന്ന കച്ചവടം വേണമെങ്കിൽ കൊണ്ടേക്കോളി ബ്യൂട്ടി പാർലർ കയറ്റില്ല ഒരു മൂക്കാരും മാത്രം മാറ്റും ഒരു തലക്കാരും അത് കൊണ്ടുപോകണേ പിടിച്ചിട്ട് പോകണ്ട അതിന് വേണ്ടി കജിന്ന് പജ്ജ് പോകാൻ പാടില്ലല്ലോ കൊണ്ടേക്കോളി പാവം പോലെ കൊണ്ട് പജ്ജ് തന്നു നിങ്ങൾ എത്ര തരും നമ്മൾ സ്വകാര്യം മതി 4 ആൾ ചോദിച്ചു പറയാം അതിനാവൂല ഇത് ചണ്ടിയല്ല പിടിച്ചു നോക്കിക്കോളെ നിങ്ങൾ നോക്കിക്കോളെ എല്ലാവരും നോക്കണം നല്ല പോലെ കൊണ്ടേക്കോളുന്നത് 10,000 ഒരു 2,000 കൂടും നല്ലതാകുമ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഒരു കച്ചവടം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിക്കാളി അതിനാവൂല എവിടെ നിന്നാണ് കിട്ടുക 24 രൂപയ്ക്ക് എന്ത് ആർക്കാൻ കൊടുത്ത 10-22 രൂപ കിട്ടും 24,000 തരാം ഞാൻ 28 രൂപയാണ് കൊണ്ടേക്കണം പയ്യന് പാത്രത്തിൽ പാലിട്ടു ധൈര്യത്തിൽ കൊണ്ടേക്കോ ആ കൊടുത്തു പോ അതാണ് ഇതൊന്നും എടുത്ത് ആ വീട് ഇതാണ് കച്ചവടം പയ്യോടെ കയ്യോടെ കായ് വാങ്ങാം അതാണ് കച്ചവടം കൊണ്ടേക്കോളി 20,000 അറിയിച്ച് അജാരത്ത് കൂടെ കൊണ്ടേക്കോളൂ അന്നൊക്കെ വലിയ കന്നുണ്ടായിരുന്നു അതാ ചോദിച്ചോ അസുരാജ് 32,000 ഒരു ഭജന ചോദിച്ചു എടുത്തടിക്ക് അപ്പൊ എത്ര ഉണ്ടാവും പച്ച് അസുരാജ് ചോദിക്കണേ അസുരാജ് ആ കായ് ചോദിക്കണോ ആ എടുത്തടിക്ക് ഞാൻ കൗതുകം കണ്ടു മേടിച്ചു ആകെ 2 കൊല്ലം അവിടെ ഉണ്ട് 2 കൊല്ലേ അത് ഇവന്റെ ഒരാളെ രാജ്യങ്ങായി ഇനി 2,000 ആദ്യം അതുകൊണ്ട് കഴിഞ്ഞാൽ പോകല്ലോ ഒരെണ്ണം കൂടിയുള്ളൂ വേണമെങ്കിൽ കൊണ്ടേക്കോ നമ്മൾ 500 കട കഴിഞ്ഞോ എത്ര 9 ഉണ്ടായിരുന്നു ഒരെണ്ണമുള്ള 1/2 മണിക്കൂർ കൊണ്ടേക്കോ വേണമെങ്കിൽ എന്നാ ഒരൊറ്റ പജ്ജുള്ളതാ 2 വർഷം ഇവിടെ നോക്കിയതാ പറ്റാത്ത ചാവത്തിനല്ലേ കാണിച്ചതാ ആ മടിയൊക്കെ അത്രയ്ക്ക് അറിയും അവിടെ നിന്നുണ്ടോ ആ കണ്ട മടിയിൽ നിന്ന് അതിനെ ഡബിൾ മടിയൊന്നും സമ്മതിക്കണ്ട അത്രയ്ക്ക് അവിടെ വന്ന് പൈന സമ്മതിക്കണ്ട അന്നറിയും ആ എന്നാ ഇതും കൂടി കൊണ്ടേക്കോളി എത്ര രാജ്യനെ വില തന്നെ 29 28 രൂപ കൊടുക്കും ഇപ്പൊ ധാരാളം വർത്താനം തന്നെ പറഞ്ഞു പജ്ജ് 4 നേരം പജ്ജിന്റെ കോലം നോക്കണോ പജ്ജ് എങ്ങനെ ഇരിക്കണമെന്നേ ഇന്നത്തെ കോലം നോക്കണ്ടേ ഈ അജയരേ അല്ലേ വേണ്ട ഒരു 10 രൂപ സോപ്പ് അങ്ങനെ കഴുകി വരുന്ന 15 മിനിറ്റ്സ് നോക്കി ഇപ്പൊ നോക്കി 15 മിനിറ്റ്സ് സൈസ് എഴുതാ ഓന്റെ വീട്ടിൽ ആചാരം കൊടുത്ത നല്ല ഉടനെ അത്ര മടിനായി പടുവയ്യോണ്ട് നല്ല മടിനായി ഇന്നത്തെ അതറിയപ്പെടാ അറിയാം എന്തുകൊണ്ട് ഈ ആൾക്കാർ ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല ചന്തേനെ പറ്റി അറിയില്ല എത്ര രൂപ എത്ര രൂപ എസ് ഓട്ടം കൊടുത്തണം
എത്ര ചോദിച്ചോ? 29-22 അതിന് വില അന്നോട് എസോട്ടാ വിളിച്ച് ചോദിച്ചോ? കുറച്ച് ചോദിച്ചാലോ? അങ്ങനെ കിട്ടിയില്ല. അത് പാമ്പോൽ ചോദിക്കണം. ഒരു മര്യാദ പോലെ നിങ്ങളത് വില പറയും മനസ്സിലേക്ക്. ആദ്യം നോക്കണം. 2 ദിവസം കഴിഞ്ഞ് ഈ പയ്യനെ നോക്ക്. ആ പയ്യനെന്താണ് വ്യാഴാഴ്ചക്ക് മടിക്കട്ടെ എങ്ങനെ ഉണ്ടാവും ചേട്ടാ? എങ്ങനെ ഉണ്ടാവും? കോളി ചന്ത കോലും പറഞ്ഞില്ലേ? ചന്ത കോലുങ്ങും പയ്യനെ കണ്ട അതൊരു അതെ അതെ അതൊരു മര്യാദ. ആ അതിനെന്താ വിരോധം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ തരും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മൾ വേണമെങ്കിൽ കൂടെ കൊണ്ടു കെട്ടി തന്നിട്ട് പോവാ. എന്ത് തരാണ്ട്? അയാൾ 1000 കൂട്ടി 1021 ചോദിച്ചിട്ടല്ല. അയാൾ പറഞ്ഞിട്ടില്ല വരട്ടെ. പറയൂല എന്നത് ചോദിച്ചാണ്. ഇജ്ജ് പോലെ കുറച്ച് വേറെ ആൾക്കോട്ടെ കൊടുക്കല്ലേ വെച്ചു. അതെ നിങ്ങളെ ചേരൂ. ഞാൻ മാറി പോവാ. അത് നിങ്ങൾ അവനെ ചേരുള്ളൂ. എസോട്ടാണ് കൊണ്ടേക്കാ പറഞ്ഞു. ഇപ്പൊ തരാനാ പറയുന്നത്. അല്ല കിട്ടേണ്ടതാ പറയുള്ളൂ. അതാ ഞാൻ ചോദിക്കേണ്ട ആചാര കൊണ്ടുപോയി അതിനാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ തരണം. ആ ചോദിക്കുന്ന കാര്യം ചോദിക്കണ കായാണ്. ചോദിക്കണ കായ ഇവിടെ 28,000 വില പറഞ്ഞിട്ടല്ലേ വിട്ടല്ലേ ആണെന്നോ? ഒരു മാസം കഴിഞ്ഞാൽ പയ്യാണിത് 5000 നോണ്ടേ. ഞാൻ അങ്ങോട്ട് അങ്ങനെ പറയില്ല. വാങ്ങിയാ ഏതാ പറ്റിയത്? നിങ്ങളുടെ 28 വില പറഞ്ഞു. ഒരു പഞ്ചിന് 25 രൂപ കൊടുത്തു. ഈ മുതുക് ഇങ്ങനെ നിൽക്കണ പയ്യില്ല. അതിന് പോയി ചോദിച്ചാൽ 32,000 വില പറയും. എവിടെ പയ്യായിട്ട് ഇയാളെ എവിടേക്ക് പോയി? രണ്ടും മൂന്നൊന്നല്ല 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇന്നലെ കാലത്ത് ഈ സമയത്ത് അവിടെ നിന്ന് വാങ്ങും. ആ വണ്ടി കയറ്റും. ഈ കന്തൊക്കെ പ്രശ്നമാണ്. ഇന്നലെ 8 മണിക്ക് വീടെത്തുക. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു പെയിൻറ്റ് വല്ലക്കണേ രാത്രി വലിച്ചു. ഒരു മൂക്കായാലും 12 മണിക്ക് കിടക്കുക. 2 മണിക്ക് പിന്നെയും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ കന്നിനെ വൈക്കോലും ഇല്ല, വെള്ളം ഇല്ലെങ്കിൽ ഇന്നത്തെ കോലം കൂടുതലാണ് കുറയൂല. 4 ദിവസം കഴിയണം വൈക്കിൾ. ഇന്നത്തെ ഒന്നുമല്ല കോലം. അങ്ങനെ 4 ദിവസം കഴിഞ്ഞാൽ പച്ചാവും. പ്രായമല്ലേ? ആ വാലിറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കള്ളച്ചാലൊന്നല്ല. അങ്ങനെ നോക്കി നേരെ അവിടെ പയ്യാണ്. നേരത്തെ ഇങ്ങനെ നോക്കിയാലേ പൈക്കളെ ഇങ്ങനെ പിടിച്ചു നോക്കി. ഇതാണ് നോക്കണ്ടേ. പൈക്കള് നേരാവുമ്പോൾ നോക്കി. എന്തെങ്കിലും പൈക്കള് വാങ്ങിട്ട് വരില്ല. പാലിനൊന്നല്ല വാപ്പക്ക് എന്താണ് അതിൻ്റെ കാര്യം ഞാൻ പറയുള്ളൂ. ലാസ്റ്റ് 25 റുപ്യാണ് തരാം. പജ്ജന് നോക്കി ഞാൻ പറയാം. ആ കായ നോക്കിട്ട് ഈ കായ നോക്കിട്ട് പജ്ജന് നോക്കിക്കോളെ ഒന്നും വിരോധമില്ല. എന്താ അവിടെ 1000 കുറഞ്ഞാലും നിങ്ങളുടെ കച്ചവടം നമുക്ക് ഇഷ്ടമായി. ഒരുപാട് കച്ചവടം ചെയ്യലുണ്ട് ഇവിടെ. അല്ല നമുക്ക് ഇഷ്ടമായി പറയും. നിങ്ങളുടെ ചോദ്യം നമ്മൾ പോയ 1000 പോട്ടെ വേണമായിരുന്നു. പ്രായമില്ല പയ്യന്ന്.